എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രോഷ്യേൻ്റെ ഒരു വെറൈറ്റി ഡ്രസ്സിൻ്റെ പാറ്റേൺസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നല്ലൊരു ഫീലുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ പ്രാവശ്യം ഓരോ പാറ്റേൺസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസും കൂടും. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പാറ്റേൺ വെച്ചിട്ടാട്ടോ നമ്മളിത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബേബി സോഫ്റ്റിൻ്റെ ആക്രിലിക് വർദ്ധമാൻ്റെ ബേബി സോഫ്റ്റിൻ്റെ ആണും 3.5 mm ക്രോഷ്യ 3 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്തത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആ യാണൊന്ന് നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്കിട്ടിട്ട് അത് വലിച്ചെടുത്തിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക. ഇതാണ് നമ്മളെ സ്ലിപ്പ് നോട്ട്. ഇനി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയിൻസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ആ ലൂപ്പിനുള്ളിൽ കൂടെയും നമ്മൾ ഓരോ തവണ ആ ഹുക്കിൽ യാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ചെയിൻസും കിട്ടും. അങ്ങനെ നമ്മളിവിടെ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു 80 ചെയിൻസ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ 80 ചെയിൻസ് ചെയ്തെടുക്കുക. ഞാനിതവിടെ ഓരോ ചെയിൻസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചെയ്തു പോന്നോളൂ. നമുക്ക് ഒരുമിച്ച് ആ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യം ആ 80 ചെയിൻസ് ചെയ്തെടുക്കുക. അത് 77 + 3, അപ്പോൾ ടോട്ടൽ 80. നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുക നെക്സ്റ്റ് റൗണ്ടിൽ. അപ്പോൾ ടോട്ടൽ 80 + 3 വേണ്ട 70, 7 + 3 ടോട്ടൽ 80. അങ്ങനെ കേട്ടോ എടുക്കുന്നത്. നമുക്ക് 80 ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. 4th സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് 4th സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അടുത്ത ചെയിനിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഞാനിതവിടെ ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ റൗണ്ട് ഫുള്ള് അതേപോലെ ഒരു ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് എല്ലാ ചെയിൻസിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ആ റൗണ്ട് ഫുൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മളൊന്ന് കളർ ചേഞ്ച് ചെയ്യാണ്. ഒരു ലൈറ്റ് ഗ്രീനാണ് എടുത്തത്. അതവിടെ അറ്റാച്ച് ചെയ്തു. നമ്മൾ ആ 3 ചെയിൻസ് ഇട്ട ആ സ്പേസിലേക്ക് ജോയിൻ ചെയ്യുക. ആ സ്ലിപ്പ് ഇട്ടിട്ട് ഗ്രീനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 3 ചെയിൻസ് ചെയ്യുക. ഇനി നമ്മൾ ഓരോ പഫ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആ 3 ചെയിൻസ് ചെയ്ത സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ചെയ്യുക. എന്നിട്ട് ആ ഫുൾ ലൂപ്പിലൂടെയും യാണെടുക്കുക. നമ്മൾ ഒരു 4 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ റെഡിയായി. എന്നിട്ട് 2 ചെയിൻസ് ഇടുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. ദെൻ വീണ്ടും ഇതേപോലെ 4 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ ഓരോ ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ചെയ്തെടുക്കുക. ഓരോ ക്ലസ്റ്റർ കഴിഞ്ഞാൽ 2 ചെയിൻസ് ഇടുക. ഇതിന് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്പേസിൽ നമ്മൾ 4 DC ക്ലസ്റ്റർ ചെയ്യുക. ദെൻ 2 ചെയിൻസ് ഇടുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരു 4 DC ക്ലസ്റ്റർ ചെയ്യുക. ദെൻ 2 ചെയിൻസ് ഇടുക, വീണ്ടും ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാനിത് ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ.
ആ 4DC ക്ലസ്റ്റർ വന്നപ്പോൾ. ഇനി അടുത്ത റൗണ്ടിൽ വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷ്യ ആ ഫസ്റ്റ് യൂസ് ചെയ്ത സെയിം പീച്ചിയാണ് എന്നെ അറ്റാച്ച് ചെയ്തിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ 3 ചെയിൻസിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ആ ക്ലസ്റ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുമല്ലോ, അവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് 3 ചെയിൻസ് ചെയ്യാം. പിന്നെ നമ്മൾ ആ 2 ചെയിൻസ് ഇട്ടില്ലേ, ആ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ക്ലസ്റ്ററിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻസിൻ്റെ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ക്ലസ്റ്ററിൻ്റെ മേലെ ഓരോ DC, ദെൻ ചെയിൻ സ്പേസിൽ 2 DC വെച്ചിട്ട് ആ റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആ റൗണ്ട് ചെയ്താലോ? നമുക്ക് ഓരോ സ്പേസായിട്ട് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അത് ആ റൗണ്ടും കംപ്ലീറ്റായി. ഇനി ഒരു കുറച്ചും കൂടി നമ്മൾ ആദ്യം എടുത്തതിലും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ആട്ടോ യൂസ് ചെയ്ത്. എന്നിട്ട് അത് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മളതിനെ ആ പീച്ചിൻ്റെ മേലെ അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ആ സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ ഈ റൗണ്ടും നമ്മൾ പഫ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ 4DC ക്ലസ്റ്റർ ചെയ്യുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക, 2 ചെയിൻസ് ഇടുക. അങ്ങനെ അതേ സെയിം റിപ്പീറ്റേഷനാണ് ഈ റൗണ്ടും. 2ൻ്റെ സെയിം അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ഈ റൗണ്ടിലും ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു 3 ചെയിൻസ് ചെയ്തെടുക്കാം. ദെൻ ഓരോ ക്ലസ്റ്ററായിട്ട് ചെയ്ത് പോരാം. ഇനി 4DC ക്ലസ്റ്റർ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്പേസിലും സെയിം 4DC ക്ലസ്റ്റർ ചെയ്യുക, 2 ചെയിൻസ് ഇടുക. അപ്പം നേരത്തെ സെക്കൻഡ് റൗണ്ടിൽ ലൈറ്റ് ഗ്രീൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഗ്രീനും. ഈ റൗണ്ടിലും ഈ ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ആ പീച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം ആ ഫസ്റ്റും തേർഡും ചെയ്ത അതേപോലെ തന്നെ ഈ പഫിൻ്റെ മേലെ ഒരു DC ചെയ്യുക. ദെൻ ആ ചെയിൻ സ്പേസിൽ 2 DC അതേപോലെ. അപ്പോൾ ഈ 2 റൗണ്ട് നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മൾ ആ 2 റൗണ്ട്സും ഇവിടെ ഇതാ കംപ്ലീറ്റായി. നമ്മൾ യോക്ക് പാർട്ട് ഏകദേശം കംപ്ലീറ്റായി വരുന്നു. അപ്പോൾ റിപ്പീറ്റേഷനാണ്. ഫസ്റ്റ് റൗണ്ട്, തേർഡ് റൗണ്ടും 5th സെയിം, സെക്കൻഡും 4th സെയിം. ഇനി നമ്മൾ ആ റൗണ്ട് ജോയിൻ ചെയ്യുക. ലാസ്റ്റ് നമ്മൾ ചെയ്ത DCന്ന് ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് അത് ജോയിൻ ചെയ്യുക. ഇനി പീച്ചിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്, വേറെ ഗ്രീൻ ആഡ് ചെയ്യുന്നില്ല. ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ള് ഒരു ഡബിൾ ക്രോഷ്യ, എല്ലാ ചെയിൻസിലും ഒരു ഡബിൾ ക്രോഷ്യ ഫുൾ ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ ചെയിൻസിലും ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് അവിടെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ടോട്ടൽ 112 ആണ് ഡബിൾ ക്രോഷ്യേസ് ആണുള്ളത്. നമ്മൾ ആ സ്ലീവൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 15 ഫ്രണ്ടും ബാക്കും, ഫ്രണ്ടിൽ 30, ബാക്കിൽ 15 ദെൻ 26 2 സ്ലീവും. അങ്ങനെ നമുക്കത് മാർക്ക് ചെയ്തിട്ട് ബോട്ടം പാർട്ടിലേക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്കിനി ആ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്പേസ് തൊട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ രണ്ടാമത്തെ സ്പേസ് വരെയുള്ള സ്പേസിൽ ആ സ്റ്റിച്ച് മാർക്കറുള്ള സ്പേസ് വരെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി
നമ്മൾ ആ അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെയുള്ള സ്പേസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കറിൽ നിന്ന് അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അങ്ങനെ ആ 2 പാർട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യും. അതായത് ആദ്യത്തെ സ്റ്റിച്ച് മാർക്കറിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ ആ ബാക്കി അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെയുള്ള സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് ആ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ ബാക്കി സ്പേസിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്പേസിലും ഇതേപോലെ തന്നെ അടുത്ത സൈഡ് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ആ സ്ലീവ് വരുന്ന പാർട്ടിൽ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അവിടുന്ന് സ്ട്രെയിറ്റ് നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കറിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക ഡബിൾ ക്രോഷ്യ. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മളത് ചെയ്തെടുത്തു. അങ്ങനെ ആ റൗണ്ട് നമ്മളിത് അവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അടുത്ത റൗണ്ടിൽ ഫുള്ളും ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്യുക, എല്ലാ സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, അങ്ങനെ ഞാനിതവിടെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. then വീണ്ടും നമ്മൾ 4 ചെയിൻസ് ഇടുക. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. ഞാൻ 2 സ്പേസ് സ്കിപ്പ് ചെയ്യുക. 3rd സ്പേസിൽ ഇതേപോലെ ഒരു വി സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 സ്പേസ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത വി സ്റ്റിച്ച് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ വി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് ഫുൾ ആ വി സ്റ്റിച്ച് ഇതവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ആ വി സ്റ്റിച്ചിൻ്റെ സ്പേസിൽ 3 ചെയിൻസ് സ്ലിപ്പ് ഇട്ട് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും 3 ചെയിൻസ് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും അടുത്ത വി സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ വി സ്റ്റിച്ചിലും നമ്മളതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ സെയിം ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക ചെയിൻ സ്പേസിൽ. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. എന്നിട്ടാണ് അടുത്ത സ്പേസിലേക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയിൻ ഇട്ടില്ലായിരുന്നു, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻസ് ചെയ്തു, 2 ഡബിൾ ക്രോഷ്യ. പിന്നെ നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ടിൽ ചെറിയൊരു മാറ്റമുള്ളത്, നമ്മൾ ആ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്ത ഒരു ചെയിൻ ഇട്ടിട്ടാണ് അടുത്ത 2 ഡബിൾ ക്രോഷ്യേൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത്. വീണ്ടും അടുത്ത റൗണ്ടിൽ നമ്മൾ സെയിം 3 ചെയിൻസ് ഇടുക, ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻസ് ഇടുക 2. അടുത്ത സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞാൽ 2 ചെയിൻസ് ഇടുക. ആദ്യം നമ്മളൊരു ചെയിൻ ഇട്ടു, ഈ റൗണ്ടിൽ നമ്മൾ 2 ചെയിൻ ഇടുന്നു. അങ്ങനെ നമ്മൾ ഒരു 15 റൗണ്ട്സ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ സെയിം, വേറെ മാറ്റമൊന്നുമില്ല. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ ഇടുക. അങ്ങനെ ഞാനിതവിടെ 15 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോണത് 3 ഡബിൾ ചെയിൻസ് ഇടുക, ആ ചെയിൻ സ്പേസിലേക്ക് യാണ് കൊണ്ടുവരിക. എന്നിട്ട് 3 ചെയിൻസ് ചെയ്യുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക.
2 ചെയിൻസ് ഇടുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്പേസിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ചെയിൻ സ്പേസിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുൾ നമ്മൾ ചെയ്തെടുക്കുക. നമ്മൾ ആ റൗണ്ട് ഇതവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഗ്രീനാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ലൈറ്റ് ഗ്രീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ സെൻറ്റർ സ്പേസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആദ്യം അവിടെ ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമ്മൾ 3 DC ചെയ്തില്ലേ, അതിൻ്റെ മേലെ ഓരോ DC വീതം ചെയ്തെടുക്കുക. ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ചെയിൻ സ്പേസിൽ ഒരു DC, ഒരു ചെയിൻ, ഒരു DC. നമുക്ക് ആ ഫുൾ അടുത്ത സെറ്റിലും ആ ഡബിൾ ക്രോഷ്യ വരുന്ന സ്പേസിലൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ആ ചെയിൻ സ്പേസിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു DC, ഒരു ചെയിൻ, ഒരു DC ചെയ്യുക. DCൻ്റെ മേലേക്ക് DC ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു DC, ഒരു ചെയിൻ, ഒരു DC. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഞാനിത് ആ റൗണ്ടിലൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. കണ്ടോ, നമ്മൾ ആ ഡബിൾ ക്രോഷ്യേൻ്റെ സ്ഥലത്തൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ സ്പേസിൽ ഒരു DC, ഒരു ചെയിൻ, ഒരു DC ചെയ്തു. വീണ്ടും അടുത്ത റൗണ്ട് ഡബിൾ ക്രോഷ്യേൻ്റെ മേലേക്ക് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. ആ ചെയിൻ സ്പേസിൽ സെയിം V സ്റ്റിച്ച് തന്നെ 1 DC, 1 ചെയിൻ, 1 DC. ഓക്കെ, ആ ഡബിൾ ക്രോഷ്യേൻ്റെ മേലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ സ്പേസ് വരുന്ന സ്ഥലത്ത് ഒരു V സ്റ്റിച്ച് തന്നെ, ഒരു DC ചെയ്യുക, ഒരു ചെയിൻ ചെയ്യുക, ഒരു DC ചെയ്യുക. ഇതാ കാണിച്ചു തരാം കേട്ടോ. നമ്മളത് വീണ്ടും ആ ചെയിൻ സ്പേസ് എത്തിയില്ലേ, അവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ DCൻ്റെ മേലേക്ക് DC ചെയ്യുക. ആ ചെയിൻ സ്പേസ് എത്തുമ്പോൾ വീണ്ടും ഒരു V സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ അടുത്ത റൗണ്ടും ഇങ്ങനെ തന്നെയാണ്. ഡബിൾ ക്രോഷ്യേൻ്റെ മേലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആ ചെയിൻ സ്പേസ് എത്തുമ്പോൾ ഒരു DC, ഒരു ചെയിൻ, ഒരു DC ചെയ്യുക. നമുക്കത് ചെയ്തിട്ട് വരാം. അങ്ങനെ 2 റൗണ്ട്സ് നമ്മളിതവിടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഡ്രസ്സ് റെഡിയായി. ഇതാണ് ആ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു ബേബി ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു പാറ്റേണായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.